ായിട്ട് നമ്മൾ കർണിമാത ടെമ്പിൾ റോപ്പ് ഉദയപ്പന റോപ്പയിലേക്ക് പോകാൻ വേണ്ടി പോവാണ്. ആക്ച്വലി ഇതാണ് ബെസ്റ്റ് സമയം. സമയം ഇപ്പോൾ 6:27 നമുക്ക് നോക്കാം. നമുക്ക് നമ്മുടെ ക്യാപ്റ്റനെ കിട്ടുമോ ഇല്ലയോ. 26-75 പൈസയാണ് നമുക്ക് വന്നിരിക്കുന്ന ഫെയർ. അങ്ങനെ ക്യാപ്റ്റനെ കിട്ടി. 4 മിനിറ്റ് പുള്ളി വരും. പുള്ളി 1.7 കിലോമീറ്റർ അപ്പുറത്തോടെയാണ്. ഇപ്പം ഇത് നമ്മുടെ ഫത്തേസാഗറിന്റെ അങ്ങോട്ട് എത്തുന്നതിൻ്റെ ഉള്ള ഇതാണ്. ഇവിടെ 1 വേ എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ പോകുന്നതാ. മാർക്കും അതും പോലീസിന്റെ ഫ്രണ്ട് വെച്ച്. ഇവിടെ എന്തോ ഹെൽമെറ്റ് ഇല്ലാത്തതിന് എന്തോ പെറ്റി അടിക്കുന്ന സീനാണേ. എന്നിട്ട് മാർക്കൊന്നും പേടിയില്ല. 1 വേ എന്ന് പറഞ്ഞാൽ അറിയില്ല എന്താ സംഭവം. നമുക്ക് നമ്മുടെ ക്യാപ്റ്റൻ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇവിടെ ഇല്ല കേട്ടോ. ആദ്യമായിട്ട് ഇവിടെ വന്നിട്ട് ഞാൻ കുറേ വട്ടം ഊബർ മോട്ടോ ഉപയോഗിച്ചെങ്കിലും ആദ്യമായിട്ടാണ് റേറ്റ് കൂട്ടി പറഞ്ഞത്. ഒരു എൻ്റെ 26 കാണിച്ചത്, പുള്ളിയുടെ 65 കാണിച്ചേ. 65 തന്നാലേ വരത്തുള്ളൂ, വരട്ടെ എന്നൊക്കെ ഭയങ്കര ഇതോടൊക്കെയാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു വേണ്ട. ഇപ്പം പിന്നെ ഞാൻ നേരെ അതിൻ്റെ ആ റോപ്പയുടെ ഏറ്റവും ബേസ് പോയിന്റ് ഇല്ലേ അവിടേക്ക് എടുത്തു. അവിടെ 40 എടുത്തു. നമുക്ക് ഡ്രൈവറിനെ കിട്ടുമോ നോക്കാം. രണ്ടാമത്തെ ഡ്രൈവർ ക്യാപ്റ്റൻ എത്തിയിട്ടുണ്ട്. ക്യാപ്റ്റൻ അപ്പം ദീൻ ദയാൽ പാർക്കിലൂടെ പോകേണ്ടത്. പുള്ളി മാപ്പ് ഇട്ടു. 7 കിലോമീറ്റർ ഉണ്ടോ എൻ്റെ പൊന്നെ. 7 കിലോമീറ്റർ 43 രൂപയുള്ളൂ. എന്ത് ലാഭം. ഓട്ടോക്കാരൊക്കെ നമ്മളെ കൊന്നേന്. ഹെൽമെറ്റ് ഓക്കെ. നോ ഹെൽമെറ്റ്. ഹെൽമെറ്റ് വേണ്ടെന്ന് പുള്ളി പറയുന്നത്. പോവാം. പുള്ളി പണി കഴിഞ്ഞിട്ട് വരുവാണോ. പോവാം. അപ്പം ലെറ്റ്സ് ഗോ ടു എവിടെയായിരുന്നു മറ്റേ സ്ഥലം ദീൻ ദയാൽ പാർക്ക്. അവിടെ ഓപ്പയുടെ ബേസ് ഉള്ളൂ. നോക്കാം. അതിലോട്ട് ഞാൻ ആദ്യമായിട്ട് വരുന്നത് കളക്ടറേറ്റ് ഒക്കെ ആ റൂട്ടാണ് കളക്ടറേറ്റ് വരുന്നത്. ഈ സൈഡിൽ ഇപ്പോൾ ഇന്ന് വന്നേ ഉള്ളൂ, അതുകൊണ്ട് ഇതൊന്നും എക്സ്പ്ലോർ ചെയ്തില്ല. ഇവിടെ കുറച്ചുകൂടെ നേരത്തെ ഇരുട്ടെന്ന് തോന്നും. മറ്റേ നമ്മുടെ ജയ്പൂരിനെയും മൗണ്ടപൂരിനെയൊക്കെ സംബന്ധിച്ച് അവിടെയൊക്കെ 7:15 ഇരുട്ടത്തില്ല. ഇപ്പോൾ ഏകദേശം നല്ലതായിട്ട് ഇരുട്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ ഊബർ മോട്ടോക്കാരില്ലേ അവർക്കാണെങ്കിൽ അറിയാൻ പാടില്ല എങ്ങോട്ടാണ് പോകുന്നതെന്ന്. ലൊക്കേഷൻ വരെ അറിയുന്നില്ല. ഇവർ നേരെ അക്സെപ്റ്റ് ചെയ്യുക. ക്യാഷ് നോക്കത്തില്ല. നോക്കുമ്പോൾ 7 കിലോമീറ്റർ ഓട്ടോയിലൊക്കെ പോകുമായിരുന്നു. അമ്മ നമ്മളെ കൊന്നേ. ഇതിപ്പോൾ 47 രൂപയായിട്ട് പുള്ളി പെട്ടെന്ന് തോന്നി. പുള്ളിക്ക് ഇത്ര കിലോമീറ്റർ കണ്ടിട്ട് വയ്യ ഇത് ചെയ്യുന്നു. കാശ് കൂട്ടിവിടാം. 3 രൂപ കൂട്ടി കൊടുക്കും. 50 രൂപ അയച്ചു കൊടുക്കും. ഇപ്പം എൻ്റെ ക്ലോക്ക് ടവർ കേട്ടോ. അവിടെ ഒരു ഐ ലവ് ഉദയപൂർ ഉണ്ട്. ഇവിടെ ഫുള്ള് ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ സമയവും സ്ഥലവും ചേട്ടൻ മലയും കേട്ടോ. ചേട്ടൻ ഇപ്പൊ നോക്കി എങ്ങോട്ടാന്ന് അറിയത്തുമില്ല. ഒത്തിരി ദൂരം പോണ്. കല്യാൺ ജുവലേഴ്സ്. നമുക്ക് തന്നെ ടെറൈൻ മൊത്തത്തിൽ മാറി കേട്ടോ. റൈറ്റ് സൈഡ് കാണും ഫുള്ള് വലിയ മലകൾ. ഞാൻ അതിന്റെ മേളിൽ വല്ലതും ആണോ എനിക്കറിയാൻ പാടില്ല. പിന്നെ അതുപോലെ തന്നെ ഇവിടെ റോഡ് പണി നടക്കുന്നുണ്ട്. ഫ്ലൈ ഓവർ കേട്ടോ, പരാസ് ഫ്ലൈ ഓവർ. അതിന്റെ പണി നടക്കും. നേരത്തെ പറഞ്ഞ തിരിച്ചെടുത്ത് 7 മണി 7:05 എന്നിട്ടും ഇരുട്ടിട്ടില്ലെന്നേ. നമ്മുടെ നാട്ടിലായിരുന്നു ഇപ്പൊ ഇരുട്ടിയെ കണ്ടാലൊരു ഓക്കെയാണ്. ആക്ച്വലി സൺസെറ്റ് ആവാറാണ്. ദീൻ ദയാൽ പാർക്കിലാവും നിന്നുണ്ടോ. ഇതേതോ സാധാ പിള്ളേർ കളിക്കുന്ന പാർക്ക്. ഇവിടെ എല്ലാവരും നമുക്ക് വരേണ്ടത് ഇനിയും എത്രയാ 5.3 കിലോമീറ്റർ. ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് എനിക്ക് വീണ്ടും വഴി തെറ്റിയിരിക്കുന്നു. വേറെ ഏതോ സെയിം പേരുള്ള പാർക്കാട്ടോ. ആ പാർക്കിന് പകരം ഈ റോപ്പ് വേ സ്റ്റാർട്ട് ചെയ്യുന്ന പാർക്കിന് വേറെ ഏതോ പാർക്കിൽ നമ്മൾ എത്തി. ഇനി നമുക്ക് തിരിച്ചു പോകണം. വേറെ ഏതോ നമുക്ക് ഇനി തിരിച്ച് 5 കിലോമീറ്റർ പോകണം. അപ്പോൾ ഞാൻ ഈ ചേട്ടനെ പുറകെ തന്നെ കയറി. ചേട്ടൻ കൊണ്ടുവിടുന്നുണ്ടോ. കൊണ്ടുവിടാന്നാ പറഞ്ഞേ. പാവപ്പിടിച്ച മനുഷ്യനാണ്. പാട്ടൊക്കെ കേട്ടോണ്ടാ പോകുന്നത്. അതുകൊണ്ടൊന്നും ബോധമില്ലാണ്ട് വേറെ എവിടെ കൊണ്ടെത്തിച്ചു. പക്ഷേ ആക്ച്വലി കുറച്ച് എൻ്റെ കൂടെ മിസ്റ്റേക്കാണ്. പക്ഷെ 2 ഒരേ പേരാണ്. അപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. നമ്മൾ എത്തി കേട്ടോ. ചെറുതായിട്ട് മഴ പൊഴിയുന്നുണ്ടോ. മഴ റോപ്പ് സാധനം അവിടെ കാണുന്നില്ല. ഇവിടെ കൊടുത്തിട്ടുണ്ട് റോപ്പിലേക്ക് പോകാനുള്ള വഴി. പക്ഷേ ഇത് ഭയങ്കര ചുറ്റലാണല്ലോ. ഈ കാണുന്നതാണ് പിച്ചോള ലേക്ക് എന്ന് തോന്നുന്നു. ഇവിടെ റോപ്പയുടെ ഉണ്ട്. അതെ അതെ, ഇതാണ് റോപ്പയുടെ ദീൻ ദയാൽ പാർക്ക്. 100 മീറ്റർ. ഇതൊരു ദീൻ ദയാലാട്ടോ. റോപ്പേ ഫേമസ് ഉണ്ട് അത്യാവശ്യം. ഇവിടെ ആൾക്കാരൊക്കെ റോപ്പേ കഴിഞ്ഞ് വരുവാണ് അവസ്ഥ. ഈ ഒരു ATV ഓടിച്ചു പോകുന്നു ഇവിടെ കൂടെ. ടിക്കറ്റ് കൗണ്ടർ നേരെ കേട്ടോ. എവിടെയാ ഇവിടെ ആണ് ടിക്കറ്റ് കൗണ്ടർ.
ഇത് തന്നെ ഒരു 40 രൂപ പോയി. എന്ത് കാര്യത്തിനാണ് പുള്ളിയോട് പറഞ്ഞ പുള്ളി പറഞ്ഞു തരുമെന്ന് പറഞ്ഞു. ഞാൻ ഗൂഗിൾ മാപ്പിൽ നേരെ ഇട്ട് കൊടുത്ത കോപ്പ് വേറൊരു സാധനമുള്ളത് നമ്മൾ അറിഞ്ഞു. നമുക്ക് നോക്കാം. ഇവിടെ ഇതൊക്കെ ഉണ്ട് കേട്ടോ, ഹൈറ്റ് നമുക്ക് അതിന്റെ സീനില്ല. ഒരു റോപ്പോടെ കോംബോ 213. അതാണ് റോപ്പ് വേ ഗോയും പിന്നെ 3D മ്യൂസിയം. അത് വലിയ താല്പര്യമില്ല നമുക്ക് റോപ്പോ മാത്രം മതിയില്ല. 116 രൂപ. ആ ടിക്കറ്റ് എന്താണ്? ഓക്കെ, 110 സെന്റിമീറ്റർ താഴെയുള്ളവർക്കാണ് 58 രൂപ. ഇതാണ് ചാർട്ട്. ഞാൻ പോയി നോക്കിയിട്ട് കാര്യമില്ല, എൻ്റെ അരയുടെ താഴെയുണ്ട് 110. എന്നാ പിന്നെ നമുക്ക് കൊടുക്കാം 116 രൂപ. ഇവിടെ കുറെ കടയൊക്കെ ഉണ്ട്. ടിക്കറ്റ് എടുത്ത് എന്തോരം ടിക്കറ്റ് ആണ് കാശ് പൊട്ടുന്നത് പറഞ്ഞുണ്ടല്ലോ, പൊട്ടിയൊരു പരിവായി. നമ്പറൊക്കെ 539. എന്താണ് അത്രയും വെയിറ്റിംഗ് ഉണ്ടോ? ഇവിടെ എല്ലാവരും പിന്നെ സായിബാബ ഫാൻസ് ആട്ടോ. നമുക്ക് എന്തായാലും റോപ്പേഡ് അങ്ങോട്ട് പോവാം. ഇത് ഇന്ത്യയിലെ ആദ്യത്തെ 3D പ്ലസ് ഓഗ്മെന്റഡ് റിയാലിറ്റി AR ഗാലറി ആണ് അത്രേ. ഇല്യൂഷൻ അതെന്തോ കാണാൻ നമ്മൾ പറയാനുള്ളത്. നമുക്ക് റോപ്പേ നമ്മൾ പോയിട്ടാണ് ആക്ച്വലി. ഇതാണ് റോപ്പേ പർജാനേക്ക രാസ്ത. ഇതൊന്നും ഏറ്റവും മേളിലാണ് പോകുന്നത്. പൊളിയായിരിക്കും കേട്ടോ പേറ്റു റോപ്പേ. അപ്പോൾ എല്ലായിടത്തും എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് തന്നെ വഴി തെറ്റും എന്നുള്ളൊരു പേടി വേണ്ട. എന്നിട്ട് എനിക്ക് ആദ്യം തെറ്റിപ്പോയി വേറൊരു മന്ദിരത്തിൻ്റെ അവിടെ കൊണ്ട് ടിക്കറ്റ് കൊടുക്കാം. വിവേക് 790 710 7507 കേരള എന്നൊക്കെ എഴുതുന്നുണ്ട്. എൻട്രി എവിടെയാണ് റോപ്പേ? ദൂരെ കാണാം ആക്ച്വലി. കൊണ്ടോള കേബിൾ കാർ പോലെ തന്നെ അതാണ് സെറ്റപ്പ്. 3 കാറുണ്ട്, കേബിൾ കാറുണ്ട്. ഒരു പച്ച, ചുമല, മഞ്ഞ. അങ്ങ് ഒറ്റതുണ്ടോ അവിടം വരെ പോവും. നോക്കാം. കൊണ്ടോള കേബിൾ കാറിൽ പോയതുകൊണ്ട് നമുക്ക് എക്സ്പീരിയൻസ് ഉള്ള പിന്നെ സീനില്ല. ഇടിച്ചിടിച്ചിടിച്ച് റൈഡ് വന്നിട്ട് ഇങ്ങനെ കേട്ടോ. ഞാൻ ഇവിടെ ഇതിനകത്ത് ഒറ്റയ്ക്ക. അവിടെ 2 കപ്പിൾ കയറി. ഇപ്പം മിക്കവാറും ഈ കപ്പിൾ നടുക്കത്തിൽ കയറും. മണ്ടന്മാരന്മാർക്ക് വ്യൂ ഇല്ല. അപ്പം എനിക്ക് പ്രൈവറ്റ് ക്യാബ്. നമുക്ക് പോവാം. എന്തൊക്കെ ഇൻസ്ട്രക്ഷൻസ് എഴുതിയിട്ടുണ്ട്. ഡു നോട്ട് സ്റ്റാൻഡ് ഇൻ ക്യാബിൻ, പ്ലീസ് സീറ്റ് ബൈ മേക്കിംഗ് ബാലൻസ്. ഓക്കെ. ഇൻ Rope Option Road, please restart shortly. Leaning or out will be dangerous for you and other passengers. Please keep children. ഓക്കെ. അങ്ങനെയാണ് വണ്ടി എടുത്തു കേട്ടോ. പുല്ല് ബാക്കിലായി പോയി. അമ്മമാര് ഫ്രണ്ട്സ് എന്തോ ചെയ്യും നമ്മൾ. അപ്പോൾ നമുക്ക് മന്ദിരത്തിൽ പോകണമെങ്കിൽ പോവാം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള വണ്ടിയിൽ അടുത്ത് കയറാം. അവിടെ ടോപ്പിൽ നിന്നുള്ള വ്യൂ ഏതാ? വഴി ടെമ്പിളിലേക്ക് പോവാം. രാവിലെ പോയാലും വ്യൂ എണ്ണം വ്യൂ കേട്ടോ. എൻ്റെ പൊന്നെ കിട്ടിയില്ല കേട്ടോ. ക്യാമറയിൽ എന്തോരം കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ നോർത്തേക്കൊരു ലേക്കിന്റെ നടുക്കായിട്ടൊരു ഇത് എന്താണത്? എന്താണ് സംഭവം? വേറൊരു പ്രശ്നമുണ്ട്. ഇവിടെ ഒരു തള്ളച്ചി കുറെ നേരമായിട്ട് പണ്ട് ഓട്ടോമേറ്റഡ് ആണ് ഇത്. പിന്നെ അത് തന്നെ പറഞ്ഞോണ്ടിരിക്കും. നമ്മൾ തിരിച്ചു പോകുമ്പോൾ ഇനി ടിക്കറ്റ് കാണിക്കും. ടിക്കറ്റ് പോയി തീർന്നു കേട്ടോ. ഇവിടെ പെട്ടുപോകും. നടന്നു പോകണം തോന്നുന്നു. ഇവിടെ ഒരു ടെമ്പിൾ ഉണ്ട്. വ്യൂ എന്ന് പറഞ്ഞോണ്ടല്ലോ. ആക്ച്വലി ഇതല്ല ടോപ്പ് കേട്ടോ. ഇവിടെ ഒരു ടോപ്പ് സ്റ്റേഷൻ പോലെ ഉണ്ട്. പക്ഷെ നമുക്ക് ഭയങ്കര ബ്യൂട്ടി കേട്ടോ. ഈ ഫോണിൽ എന്തോരം കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ മറ്റേ ഫോണിലെ ക്ലിപ്സ് കൂടെ ആഡ് ചെയ്യാം. ഇനി ഈ വഴി പോകണം. കുറച്ചുകൂടെ അമ്പലത്തിൽ പോയി എനിക്ക് വയ്യ. പോവാം. ഇവിടെ കുറെ തുണിയൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. ആൾക്കാർ മേളിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. നമുക്ക് പോവാം. കേട്ടോ നമ്മുടെ റോപ്പയുടെ ഒരു എൻജിൻ ഇങ്ങനെ കിടന്ന് കറങ്ങുന്നുണ്ട്. ഇത് ഈ കറങ്ങുന്ന കേബിളിലാണ് അത് അങ്ങോട്ട് പോകുന്നത്. ഇവിടെ അവിടെ ഉള്ള ഒരു ഇതാട്ടോ. ചെറിയ റെസ്റ്റോറൻറ്റ് പോലെ. ഇവിടെ എന്തോ കഴിക്കാനൊക്കെ ഉണ്ട്. കാശ് കൂടുതലാണോ എന്തോ. മോമോസ് 89, മാഗി 59, സ്റ്റാർട്ട് സെറ്റ് 59. വൈക്കിൽ വെൻ സ്റ്റിൽ യു ക്യാൻ ചിൽ എന്തൊക്കെയാണ്. ഇവിടെ പാനും ഒക്കെ ഉണ്ടെന്നോ. ലാലേട്ടനോ ലാലേട്ടാ ഇങ്ങനെ വ്യൂ ആക്ച്വലി. പിന്നെ
അതേ ഒരു ഈ സാധനമുണ്ട്. സ്ഥിരം ഇവരുടെ പരിപാടി കേട്ടോ. പുള്ളി പാട്ടൊക്കെ ഇട്ടിപ്പുണ്ട്. നമ്മുടെ കയറിയിരുന്ന ഫോൺ വെച്ച് കൊടുത്താൽ പുള്ളി വീഡിയോ എടുത്തില്ലായിരിക്കും. ഇത് കേട്ടിട്ടൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. സംഭവം നൈസാണ്. 116 രൂപ, 116 രൂപ 2 സൈഡ് റോപ്പ് വേ. വാവ്, ബ്രില്യൻറ്റ്. വെള്ളം വരെയുണ്ട് ഫ്രീ ആയിട്ട്. എന്താണ് പള്ളിപ്പെരുന്നാളോ? പക്ഷേ ഇത്രയും പേര് ഞാൻ റോപ്പേലോ അവിടെ ഒന്നും പരിസരത്തൊന്നും കണ്ടില്ല. ഇവിടെ ഇല്ലാത്ത സാധനം ഇല്ല കേട്ടോ. എല്ലാ സാധനവും കഴിക്കാനുള്ള സാധനം തൊട്ട് മാല, വള, ചീപ്പ് എല്ലാം ഉണ്ട്. ഇങ്ങനെ കളിപ്പാട്ടങ്ങൾ എല്ലാം ഉണ്ട് കേട്ടോ. മൊബൈൽ ചാർജുള്ള സെറ്റപ്പ് വരെ ഉണ്ട്. നമുക്ക് എന്തായാലും പോവാം. ടിക്കറ്റ് ചെക്കിങ് ഏരിയ ക്ക് തിരിച്ചുള്ള ക്യൂ കേട്ടോ. എനിക്കൊന്നും എല്ലാവരും രാവിലെ വന്നിട്ട് ഇവിടെ ഇരിക്കുമായിരുന്നു അവസാനത്തെ വണ്ടിക്ക് പോകാൻ വേണ്ടി. നമ്മൾ വീണ്ടും ടോക്കൺ നമ്പർ എഴുതിക്കണം. അവിടെ കണ്ടാട്ടോ ഇവിടെ ടോക്കൺ നമ്പർ കൊടുക്കണം. പുള്ളിയുടെ കൊടുക്കുമ്പോൾ പുള്ളി വെറുതെ എഴുതി തിരുത്തൊന്ന് നോക്കും. ഇതിനെന്തിനാ പുള്ളിയുടെ ആവശ്യം? ആ പുള്ളി അത് പഞ്ച് ചെയ്ത് തരും. 580, എൻ്റെ 517 ആട്ടോ. അപ്പോൾ അത്രയും ആൾക്കാർ ഇവിടെ ഇങ്ങനെ നമ്പർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. അത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് വെയിറ്റിംഗ് ഏരിയ. ആ സമയം കൊണ്ട് അവർക്ക് എന്തെങ്കിലും ഷോപ്പിംഗ് നടക്കുമല്ലോ വെയിറ്റ് ചെയ്യുന്ന സമയം കൊണ്ട്. ചുമ്മാ അല്ലല്ലേ. നൗ ഇറ്റ് മേക്ക് സെൻസ്. പോസ്റ്റ് തന്നെ കേട്ടോ. ചുമ്മാ അങ്ങനെ തോന്നിയ പോലെ ഒന്നും കയറിയാൻ പറ്റില്ല. ഇവിടെ പോസ്റ്റ് ലാഗ് കേട്ടോ. 489 ആയതേ ഉള്ളൂ. 2 എണ്ണം കയറിയുള്ള ആകെ എത്ര നേരമായിട്ട്. ഇനി 517 എപ്പോൾ ആവുമെന്തോ. 8:30 വരെ ഉള്ളതെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ സമയം 8 വരെ ആവാൻ പോകുന്നു. 8:23 അപ്പോൾ നമുക്ക് നോക്കാം. 9 വരെ ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ലാസ്റ്റ് 8:30 വിടുന്നതെന്നും പറയുന്നു. ഇത്രയും ആൾക്കാരുണ്ടാവും. ഒന്ന് സേഫാണ്. 500 കടന്ന് 504 ആയിട്ട് ഇനി 513 വെയിറ്റ് ചെയ്യണം. നല്ല വിശക്കുന്നുണ്ട്. എന്തെങ്കിലും കഴിച്ചാലും ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? ഇവിടെ എല്ലാവരും കത്തിയാണ് കഴിക്കായിരിക്കും. മേളിലാണ് 10. ഇനി 7 എണ്ണം കൂടെ കയറണം. സമയം ഇപ്പം 8:41. ആൾക്കാരെല്ലാം ക്യൂ നിൽക്കുമോ? ഇനി അടുത്ത റോപ്പേ വന്നിട്ട് വേണം നമുക്ക് പോകാൻ. 7 എണ്ണം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. നമ്പർ വന്നു. ഞാൻ പോട്ടെ. അപ്പോൾ പിന്നെയും ലാഗ് ഉണ്ട് കേട്ടോ. അപ്പം നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. ഇവിടെ പണിക്കാർക്ക് നല്ല പണിയുണ്ട് കേട്ടോ. എന്തായാലും അപ്പോൾ അതേ റോപ്പേന്ന് ഇങ്ങനെ സാധനം ദൂരെ നിന്ന് വന്നുകൊണ്ടിരിക്കും. അപ്പം അങ്ങനെ നമുക്ക് പോവാം. സീറ്റ് കിട്ടി. നമ്മുടെ ചേച്ചിക്ക് പേടിയാവുന്നൊക്കെ പറയുന്നു. പക്ഷെ നമ്മുടെ സ്വാമിജിക്ക് നോ ടെൻഷൻ. പാട്ടൊക്കെ പാടിക്കൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് തന്നെ മിനിറ്റുകൾ കൊണ്ട് നമ്മൾ താഴെ എത്തി. നമ്മുടെ ഇവിടെ സ്വാമിജിയുണ്ട്, പിന്നെ മറ്റേ ചേച്ചിയും ചേട്ടനും ഉണ്ട്. സാറേ നമ്മൾ നമ്മുടെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. അവിടെ തന്നെ എത്തി. ലാൻഡിങ് സ്റ്റേജിലാണ്. ലാൻഡിങ് ആയിരുന്നു കേട്ടോ. ബാക്കിൽ 2 വണ്ടികളും. അപ്പോൾ അവിടെ നിന്നൊക്കെ ആൾക്കാർ കിട്ടില്ല പരിപാടി കേട്ടോ. ഇത് 116 രൂപയ്ക്ക് എന്തൊരു ലാഭമാണ്. 2 പേർക്കും നല്ല രീതിയിൽ നല്ല ഫങ്ഷനിങ് ആണ്. ടെക്നോളജിക്കലി ബ്രില്യൻ്റ് ആയിട്ടൊരു സാധനം. നമ്മളിപ്പോൾ നിൽക്കുന്നത് അംബ്രേഘട്ടിൻ്റെ അടുത്താണെന്ന് തോന്നുന്നേ. പിച്ചോളം നിൽക്കുന്ന അവിടെ. അപ്പോൾ നമുക്ക് തിരിച്ച് ഹോസ്റ്റലിൽ പോകാം. സമയം 8:45. വിശക്കുന്നു നല്ലതായിട്ട്. 9 മണിയായി. കിട്ടില്ല ക്യൂ ആയിരുന്നു കേട്ടോ. സംഭവം സെറ്റ്. അതേ ഒരു ഒട്ടകം പോകുന്നു. ടെങ് ടെങ് ടെങ്. അപ്പോൾ ഇത് കിട്ടി നമുക്ക് നേരെ വീട്ടിൽ പോയിട്ട് നമുക്ക് നാളെ പോകുന്നതിൻ്റെ കാര്യം സെറ്റ് ചെയ്യായിരുന്നു. ഇല്ല കേട്ടോ, പുള്ളി സമ്മതിക്കുന്നില്ല. അവിടെ മറൈൻ ഡ്രൈവ് പോലത്തെ സ്ഥലമാണ്. ഘാട്ടുകൾ. പുള്ളി പറഞ്ഞു പുള്ളിക്ക് വേണേൽ കൊണ്ടുവിടാം, പക്ഷേ 80 രൂപ കൊടുക്കണമെന്ന്. എനിക്ക് ആകെ അതിനകത്ത് 26 രൂപ കാണിച്ചില്ല. അതിൻ്റെ 80 എന്ന് പറയുമ്പോൾ എത്ര ഇരട്ടി? 3 ഇരട്ടി വരും. അപ്പോൾ നമുക്ക് നടക്കാമെന്ന് വിചാരിച്ചു. 2 കിലോമീറ്റർ. ആ ലേക്കിൻ്റെ പാരലായിട്ടേ ഘാട്ടിൽ ഒരു അടച്ചൊരു പാർക്കിംഗ് ഉണ്ടായിരുന്നു. അത് ക്രോസ് ചെയ്ത് തന്നപ്പോൾ തന്നെ നമുക്ക് 500 മീറ്റർ ലാഭമായി. പിന്നെ ഇനിയിപ്പോൾ ഒരു 1.9 കിലോമീറ്റർ ഉണ്ട്. നമുക്ക് വെച്ചടുത്ത് നടക്കാം. നമുക്ക് അതിലും വലിയ മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പോകുന്ന വഴിയിൽ ഒരു കേരള ഹോട്ടലുണ്ട്. അപ്പോൾ അത് ഒന്ന് നോക്കാം, കയറി എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. ആക്ച്വലി ഞാനിപ്പോൾ ഇവിടെ വരുമ്പോൾ തന്നെ ഓട്ടോ സ്റ്റാൻഡിൽ നിന്ന് ആൾക്കാർ നമ്മൾ തിന്നാൻ തുടങ്ങും. വാ കാ ജാന കാ എന്നൊക്കെ പറയാൻ തുടങ്ങും. എന്നിട്ട് അവൻ്റെ അമ്മൂമ്മയുടെ കുറേ റേറ്റും ഒന്ന് പറയും. ഉണ്ടോ ഒരു അമൂൽ ദൂത്തിൻ്റെ ഒരു ഇതുപോലെ ഉണ്ട്. ഇത് കടയാണോ അതോ മിൽക്ക് ഡിസ്പെൻസർ ആണോ എന്ന് അറിയത്തില്ല. അമൂൽ ഇന്ത്യ ഒരു വെറൈറ്റി ആയിട്ട് തോന്നി. ആണ് ഞാൻ പറഞ്ഞ കേരള ഹോട്ടൽ. തമിഴ് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. മലയാളം വെൽക്കം വെൽക്കം. കേരള ഹോട്ടലെത്തി. മെനു ഒക്കെ പക്ക കേരള തന്നെ. കാണുമ്പോൾ തന്നെ എന്താ കൊതിയാണ് എനിക്ക്. ഇതാ നമ്മുടെ മെനു. പൊറോട്ട ഐറ്റംസ് എല്ലാം ഉണ്ട്.
ഞാൻ ബിരിയാണി ഐറ്റംസ് കേരള പൊറോട്ടയ്ക്ക് 20, കുട്ടിന് 20, കൊത്തോറോട്ട 150. ഞാൻ കൊത്തോറോട്ട പറഞ്ഞു. നമ്മുടെ അടുത്ത് മുന്നാല് വേറൊരു കപ്പിൾ വന്നിട്ടുണ്ട്. അവർ പൊറോട്ട കയറ്റുന്നുണ്ട്, പക്ഷെ അവർ വയ്യന്തോ. കൊത്തോറോട്ട കേട്ടോ, 2 പൊറോട്ട എന്ന് പറയുന്നത് കുറേ ഉണ്ട് ആക്ച്വലി. ഇത് നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. ഇവിടെ പകുതി ആയപ്പോൾ തന്നെ എൻ്റെ വയറ് നിറഞ്ഞു. 2 പൊറോട്ടകളും എന്താ കൊല്ല ഫില്ലിങ് ആട്ടോ. ഇത് ഉള്ള ചിക്കനും എല്ലാം ഇട്ടിട്ടുണ്ടെന്ന്, ചിക്കനും ബീഫും എല്ലാം ഇട്ടിട്ടുണ്ടെന്ന്. നമ്മൾ തീർക്കാതെ അവിടെ പോയി കേട്ടോ. ഇനിയുണ്ടൊരു 10% കൂടെ, 10 ഒരു 15% കൂടെ ഉണ്ട്. പറ്റുന്നില്ല, തീർക്കണം, തീർത്തേ പറ്റൂ. നമ്മളത് ഫിനിഷ് ചെയ്ത് നിസ്സാരം ഇതൊക്കെ. എന്നാൽ പിന്നെ നമുക്ക് ബൈ പറയാം. അപ്പോൾ ഇന്നത്തേക്ക് വിടാം. ഓക്കെ, ബൈ.